കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ താളം തെറ്റിച്ച് ഡോക്ടർമാരുടെ കുറവ്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിലേക്ക് താൽക്കാലികമായി വിന്യസിച്ച ഡോക്ടർമാരെ ഇതുവരെ പുനർനിയമിച്ചിട്ടില്ല. ഇതോടെ മതിയായ ചികിത്സ കിട്ടാതെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും 31 ഡോക്ടർമാരെയാണ് ഇതിനകം പുനർവിന്യസിച്ചിട്ടുള്ളത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്ക് മാത്രം 20 ഡോക്ടർമാരെയാണ് അയച്ചത്. വയനാട് മെഡിക്കൽ കോളേജിലേക്ക് 11. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനയ്ക്ക് മുന്നോടിയായാണ് തിരക്കിട്ട നീക്കം നടത്തിയത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരികെ വിളിച്ചിട്ടില്ല. അതിന്റെ നടപടികളും ആരംഭിച്ചിട്ടില്ല. ജില്ലയിൽ പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഡോക്ടർമാരുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒപിയിൽ മാത്രം ഒരു ദിവസം ശരാശരി 3000 രോഗികൾ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. അത്യാഹിത വിഭാഗത്തിൽ 500-ന് മുകളിലും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മതിയായ ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഡോക്ടർമാരുടെ കുറവ് ജനറൽ മെഡിസിനെയാണ് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ രോഗികൾ മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, സൈക്യാട്രി, ശിശുരോഗം, ഫിസിയോളജി, പാത്തോളജി, ബയോകെമിസ്ട്രി എന്നിങ്ങനെ 13 വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയാണ് മാറ്റിയത്. എത്രയും പെട്ടെന്ന് ഡോക്ടർമാരെ തിരികെ നിയമിച്ച് രോഗികൾക്ക് മതിയായ ചികിത്സ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, കോഴിക്കോട്.